ടോക്ക് എങ്ങനെ നിങ്ങൾക്ക് ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും? ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ റെലവെന്റ് ആണ്. കാരണം SM ടോക്സ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരും പ്രൊഫഷണൽസ് ആണ്, അല്ലെങ്കിൽ വർക്കിംഗ് ഇൻഡസ്ട്രിയുമായിട്ട് അല്ലെങ്കിൽ ജോബ് ഇൻഡസ്ട്രിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ കരിയറുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള സംഭാഷണങ്ങൾ തുടങ്ങി വെക്കുക എന്നുള്ളത് ചില സമയങ്ങളിൽ ഒരു ടാസ്ക് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുമ്പോൾ അത് നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് പോയിന്റ്സ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സ്മാർട്ട് മൂവ്സ് എന്ന് പറയുന്നത് ഒരു HR റിക്രൂട്ട്മെന്റ് ഫേം ആണ്. ഹാഫ് സാലറി പോലത്തെ വലിയ ചാർജസ് ഒന്നുമില്ലാതെ തന്നെ ചെറിയ ഒരു രജിസ്ട്രേഷൻ എമൗണ്ടോടുകൂടി ഏകദേശം ഒരു വർഷത്തോളം കേരളത്തിലെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസിന്റെ വേക്കൻസി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അറിയാനായിട്ട് പോസിബിൾ ആണ്. അതോടൊപ്പം തന്നെ CV കറക്ഷൻ, ഡിജിറ്റൽ ട്രെയിനിങ്, ഇത്തരത്തിലുള്ള സപ്പോർട്ടിംഗ് സിസ്റ്റമാണ് സ്മാർട്ട് മൂവ്സ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുന്നത് ഒരു ടോക്ക് അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ, ഒരു സംഭാഷണം ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് എങ്ങനെയാണ് ചെയ്യേണ്ടത്? അതായത് നമ്മൾ മിക്കവാറും ഒഫീഷ്യൽ പർപ്പസിനുള്ള മീറ്റിങ്ങുകളായിരിക്കാം, അതല്ലെങ്കിൽ നമ്മളൊരു ഒഫീഷ്യൽ കോൾ ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കേണ്ടത് ടു ദ പോയിന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നിരുന്നാൽ പോലും നമ്മൾക്ക് ആ വ്യക്തികളെയൊക്കെ ഒരുപാട് നാളുകളായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെ നമുക്ക് അവരെ കുറിച്ചിട്ടുള്ള ഒരു റാപ്പോ ബിൽഡിംഗ് എന്ന് വേണമെങ്കിൽ ആ ഒരു ട്രെയിനിങ്ങിന്റെ ഒരു ടെർമിനോളജി പറയാൻ പറ്റും. റാപ്പോ ബിൽഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചോദിക്കും സുഖമല്ലേ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നൊരു ക്വസ്റ്റിനോട് കൂടി അവർ പെട്ടെന്ന് തന്നെ ഡീവിയേറ്റ് ചെയ്തിട്ട് അവരുടെ വിശേഷങ്ങളിലേക്ക് കടക്കുകയും അങ്ങനെ ഫോൺ കോളിന്റെ ഡ്യൂറേഷനോ അല്ലെങ്കിൽ നേരിട്ടിട്ട് കാണുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് ലെങ്തി ആയി പോകുന്നു. അപ്പൊ അതിനെങ്ങനെയാണ് ക്രിസ്പ് ആക്കുന്നത്? അപ്പൊ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അതിൽ കൃത്യമായിട്ട് ഫോക്കസ് കൊടുത്തിട്ടുള്ള വേർഡ് ജോലി അല്ലെങ്കിൽ ബിസിനസ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ കേൾക്കുന്ന ആളിലേക്ക് വരുന്ന ഒരു തോന്നൽ എന്താണ്, അതിനെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങളാണ് ഈ വ്യക്തി കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺവെർസേഷനെ നമുക്ക് അങ്ങനെയാക്കാൻ പറ്റും. സൈക്കോളജിക്കലി ഒരു പോയിന്റ് കൂടി പറയാം. അതായത് നമ്മളെപ്പോഴും പറയാറുണ്ട് ഡോണ്ട് തിങ്ക് അബൌട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സെന്റൻസസ് നമ്മളെപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ഇപ്പം NLPയിൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോണ്ട് തിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള അതിന്റെ ഫസ്റ്റ് പോർഷൻ കട്ട് ചെയ്ത് അതിന്റെ മെയിൻ ഫോക്കസിലേക്കാണ് സെന്റൻസ് പോകുന്നത്. അപ്പൊ താജ്മഹലിനെ കുറിച്ച് ചിന്തിക്കരുത് എന്ന് പറയുമ്പോൾ അതിൽ ഓട്ടോമാറ്റിക്കലി താജ്മഹലിനെ പറ്റി ഒന്നും അറിയാത്ത ആൾ പോലും ആ ഒരു വിഷ്വലിലേക്ക് പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് സെന്റൻസസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും അതിലെപ്പോഴും വെക്കുന്ന വാക്കുകളിലേക്കാണ് ശ്രദ്ധ പോകുന്നത്. അതുകൊണ്ട് ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളതിന്റെ കീ പോയിന്റ്സ് റെഡി ആക്കിയതിനു ശേഷം തന്നെയാണ്, കഴിഞ്ഞ വീഡിയോസിൽ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും സ്ക്രിപ്റ്റിംഗ് എന്തിനാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കേൾക്കുന്ന ആളിലേക്ക് എന്ത് ആശയമാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ പറയുന്ന ആളുകളിൽ ശ്രദ്ധ കൊടുക്കാനായിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കുക. കോൾ ആണെങ്കിലും അതുപോലെ തന്നെ നമ്മളുടെ നോർമൽ കോൺവെർസേഷൻസ് ആണെങ്കിലും നിങ്ങൾ കിട്ടേണ്ട ആൻസറിന്റെ കീ വേർഡ്സ് ഉണ്ടായിരിക്കണം നമ്മൾ പറയുന്ന സമയത്ത്. അപ്പോൾ അവിടുന്ന് ഡീവിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ യു ക്യാൻ കം ബാക്ക് ടു ദ സെയിം ടോപ്പിക്. സ്മാർട്ട് മൂവ്സ് എന്ന് പറയുന്നത് ഒരു HR റിക്രൂട്ട്മെന്റ് ഫേം ആണ്. ഹാഫ് സാലറി പോലത്തെ വലിയ ചാർജസ് ഒന്നുമില്ലാതെ ചെറിയ ഒരു രജിസ്ട്രേഷൻ എമൗണ്ടോട് കൂടി തന്നെ കേരളത്തിലെ ഏകദേശം എല്ലാ ഡിസ്ട്രിക്റ്റുകളിൽ നിന്നുള്ള റെപ്യൂട്ടഡ് ഓർഗനൈസേഷൻസിന്റെ വേക്കൻസീസ് ആണ് നിങ്ങൾക്ക് അറിയാനായിട്ട് പോസിബിൾ ആവുന്നത്. ഏകദേശം ഒരു വർഷത്തോളം കൃത്യമായിട്ടുള്ള വേക്കൻസി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഡിജിറ്റൽ ട്രെയിനിങ്ങും CV കറക്ഷൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളോട് കൂടി തന്നെ വളരെ പെട്ടെന്ന് പ്ലേസ്ഡ് ആവാനായിട്ട് സ്മാർട്ട് മൂവ്സ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഈ ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് ആയി നിങ്ങളുടെ CV ഇമീഡിയറ്റ്ലി ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.